കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടെയുള്ള സംരംഭമായ ഭാരത് ടാക്സി ആപ്പ് ജനുവരി 1 മുതൽ പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങുകയാണ്. നിലവിലുള്ള ക്യാബ് ഹെയിലിംഗ് സേവനങ്ങൾക്ക് ഒരു ബദൽ നൽകാനും ഉയർന്ന സർചാർജ് പോലെയുള്ള ദീർഘകാലമായുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിനും പുതിയ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നുണ്ട്. ഓല, ഊബർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ തിരക്കേറിയ സമയങ്ങളിൽ തോന്നുംപടി യാത്രാ നിരക്ക് കൂടുന്നത് ഒരു തലവേദനയാണ്. അത് ഈ ആപ്പ് വരുന്നതോടുകൂടി മാറുമെന്ന് പ്രതീക്ഷിക്കും. സ്ഥിരമായ നിരക്കുകളിൽ നിലനിർത്തി കൂടുതൽ സുതാര്യമായ ഒരു വില നിർണ്ണയ ഘടന പിന്തുടരാനാണ് ഭാരത് ടാക്സി പദ്ധതിയിടുന്നത്. ഭാരത് ടാക്സി ആപ്പിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് ഡ്രൈവർമാർക്കുള്ള വരുമാന മോഡലാണ്. ഡ്രൈവർമാർക്ക് മൊത്തം നിരക്കിന്റെ 80% ലഭിക്കും. ഇത് നിലവിൽ മിക്ക സ്വകാര്യ ക്യാബ് അഗ്രിഗേറ്റുകളും നൽകുന്നതിനേക്കാൾ വളരെ കൂടുതലാകും. ഈ നീക്കം ഡ്രൈവർമാരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന കമ്മീഷനുകളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനും സാധ്യമാകും. രാജ്യതലസ്ഥാനത്ത് ഡ്രൈവർമാർക്കിടയിൽ ഈ പ്ലാറ്റ്ഫോമിനോടുള്ള താല്പര്യം ഇപ്പോൾ തന്നെ ശക്തമാണ്. ലോഞ്ചിന് മുന്നോടിയായി ഏകദേശം 56,000 ഡ്രൈവർമാരാണ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രൈവർ സമൂഹത്തിൽ ഇനിയുള്ള വലിയ സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ, കാറുകൾ, ബൈക്കുകൾ എന്നിവയിൽ ഉടനീളം ഭാരത് ടാക്സി ആപ്പ് ഗതാഗത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ യാത്രാ രീതികൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുകയും ചെയ്യും. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഒരുപോലെ നീതിയുക്തമായ ഒരു വ്യവസ്ഥാപിത സമൂഹം സൃഷ്ടിക്കുന്നതിനും നഗര ഗതാഗത രംഗത്ത് സർക്കാർ പിന്തുണയുള്ള ഒരു ബദൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്.